തീരുന്നില്ല. ഇതാ പാലക്കാട് നിന്നും സമാനമായ രീതിയിൽ ഒരു വാർത്ത വരികയാണ്. മണ്ണാർക്കാട് കരിമ്പുഴയിലാണ് ഷർട്ടിന്റെ ബട്ടൺസ് ഇടാൻ പറഞ്ഞ് +1 വിദ്യാർത്ഥികളെ റാഗ് ചെയ്തത്. കരിമ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിലെ സീനിയർ വിദ്യാർത്ഥികളാണ് +1 വിദ്യാർത്ഥിയെ മർദ്ദിച്ചത്. അധ്യാപകരോട് പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായി വിദ്യാർത്ഥി പറയുന്നു. അവശനായി കിടക്കുന്നത് കണ്ട കുട്ടിയെ വീട്ടുകാരെത്തിയാണ് ആശുപത്രിയിൽ എത്തിച്ചത്. റാഗിങ്ങിന്റെ പേരിൽ ഈ പ്രശ്നമൊക്കെ ഉണ്ടായത്. സീനിയേഴ്സ് പ്രത്യേകം ബട്ടൺസ് ഇടാൻ വേണ്ടിയിട്ട് നിർബന്ധിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ദേഹത്തോട്ടുണ്ട്, ഞാൻ മര്യാദക്ക് പറഞ്ഞു, ഞാൻ ഡയലോഗ് പറഞ്ഞു. അതിൽ ഇവര് എന്താ കിട്ടുക പറഞ്ഞിട്ട് കഴുത്തുമ്മക്ക് ഒരടി വന്നു. അതിൽ ഞാൻ വീണപ്പോ ബാക്കിയുള്ള 10 ആൾക്കാർ ഫുള്ള് വന്ന് അടിക്കണ്ടായി. ഇവര് കുറെ ആൾക്കാരുണ്ടാവും, കണ്ടറിയുന്ന 3 ആൾക്കാരെ ഞാൻ പറഞ്ഞുതരാം. ബാക്കിയുള്ളവരെ കണ്ടറിയും, തിരിച്ചറിയും. പക്ഷെ വീണേക്ക് മങ്ങലായിരുന്നു, കണ്ണൊക്കെ പാടെ മങ്ങി. ഇതിന്റെ മുമ്പ് 3-4 പ്രാവശ്യം റാഗിങ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വലിയ പ്രശ്നമാക്കണ്ട എഴുതിയിട്ട് പ്രതികരിച്ചില്ല. പക്ഷെ ഇപ്രാവശ്യം അടിക്കണ്ടായി, നല്ല അടിക്കണ്ടായി. +2 വിദ്യാർത്ഥികളാണ് ഇതിന് കാരണം. ഇനി അഥവാ ഞാൻ ഇത് സ്റ്റാഫ് റൂമിൽ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ എന്നെ വന്നിട്ട് ഞങ്ങൾ തല്ലിക്കൊല്ലുമെന്ന് പറഞ്ഞു. അങ്ങനെ ഭീഷണിപ്പെടുത്തുണ്ടായി. അതാണ് ഞാൻ പറയാതിരിക്കാൻ കാരണം. ഇക്ബാൽ അറക്കലാണ് ചേരുന്നത്. ഇക്ബാൽ, ഞെട്ടിക്കുന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ കരിമ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ് ഈ പറയുന്നത്. നല്ല പരിക്കേറ്റിട്ടുണ്ടല്ലേ ഈ കുട്ടിക്ക്? ഷർട്ടിന്റെ ബട്ടൺസ് ഇടാത്തതിനാണ് ഇത്തരത്തിൽ ക്രൂരമായി റാഗ് ചെയ്യുകയും മർദ്ദിക്കുകയും ഒക്കെ ചെയ്തത്. ഇതൊരു സ്ഥിരം സംഭവമാണ് എന്ന് കൂടിയാണ് പറയുന്നത് അല്ലേ? വിനീത, ഇക്കഴിഞ്ഞ 18-ാം തീയതിയാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം പാലക്കാട് മണ്ണാർക്കാട് വെച്ച് ഉണ്ടാവുന്നത്. മണ്ണാർക്കാട് കരിമ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിലെ സീനിയർ വിദ്യാർത്ഥികളായ 13ഓളം വിദ്യാർത്ഥികൾ ചേർന്നാണ് +1 വിദ്യാർത്ഥിയെ മർദ്ദിച്ചത്. ഷർട്ടിന്റെ ബട്ടൺസ് ഇടാൻ ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു മർദ്ദനം. ഈ വിദ്യാർത്ഥി കഴിഞ്ഞ ദിവസം ഈ 18-ാം തീയതി സ്കൂളിലെ ബാത്റൂമിൽ പോയ സമയത്ത് വിദ്യാർത്ഥിയെ ഈ ബാത്റൂമിനകത്ത് വെച്ച് റാഗിംഗ് ചെയ്യുകയും ഷർട്ടിന്റെ ബട്ടൺസ് എത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നാലെ ക്രൂരമായി ആക്രമിക്കുകയായിരുന്നു. മണ്ണാർക്കാട് കൂട്ടിലക്കടവ് സ്വദേശിയായിട്ടുള്ള ആദിൽ അൽ ഫയാത്തിനാണ് ക്രൂരമായി തന്നെ മർദ്ദനമേറ്റത്. വിദ്യാർത്ഥിക്ക് ഈ മർദ്ദനത്തിൽ ഗുരുതരമായി തന്നെ പരിക്കേൽക്കുകയും ഇപ്പോൾ ഈ വിദ്യാർത്ഥി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിരിക്കുകയാണ്. സംഭവത്തിൽ ഈ മർദ്ദിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്കെതിരെ കടുത്ത നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ആദിലിന്റെ ബന്ധുക്കൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ശരി, ഇക്ബാലാണ് വിശദാംശങ്ങൾ.